എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഈ പബ്ലിക് റിലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആളുകൾ തീരെ മര്യാദയില്ല. ഞാൻ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ള അടി ശരിക്കും കിട്ടിയല്ലേ? ഇവരെപ്പോ ഇടിക്കാനും പറ്റൂല്ലോ, അതിനടുത്ത കേസാവൂല്ലോ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? അതിന് ഞാൻ ലാലേട്ടൻ നിശ്ചയമായി വിമർശിച്ചത് ലാലേട്ടന്റെ ഫേസ് അനങ്ങുന്നില്ല, ഐ ബാഗില്ല, മറ്റേ പറഞ്ഞിട്ട് ഒടിയന്റെ കേസ് അറിയാലോ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. അത് വെച്ചിട്ട് എന്നെ പൂരത്തറിയാം. നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. ഇൻസ്റ്റയിലൊന്നും തെറിക്ക് കണക്കില്ല. എങ്ങനെ പറഞ്ഞടാ, എങ്ങനെ പറഞ്ഞു. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ വൺ ഡൗൺ ആയി. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇപ്പൊ ഫിറോസ് ചുട്ടി പാറേന്റെ ഒക്കെ മടുത്ത്. എന്തോ കേട്ടോടാ രാവുണ്ണി. ഇപ്പൊ ഫിറോസ് ചുട്ടി പാറേന്റെ ഒക്കെ മടുത്ത്. ഒരു 6-6.5 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. അപ്പൊ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് ഒക്കെ മടുത്ത്. ഇയാൾക്ക് എന്താണ് വയ്യേ? അപ്പൊ സിനിമ ആളുകൾ ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം റിവ്യൂസിനും അതേ വ്യൂസും പ്രസക്തിയുണ്ട്. അപ്പൊ സിനിമ റിവ്യൂസിന് മടുക്കൂല, റിവ്യൂസ് മടുക്കൂല. അല്ല, ജയറാമിന് പണ്ടേ സ്റ്റാർഡും ഇല്ല. ജയറാമിന്റെ ബേസിക് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് സ്വാഗ് ഇല്ല. പുള്ളി ഫില്ലോട്ടായി പോയതാ. പിന്നെ പുള്ളി പറഞ്ഞ പോലെ അന്യഭാഷയിൽ പോവുകയും ചെയ്തു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപിന്റെ കോമഡി സിനിമയായിട്ടുള്ള CID മൂസയെ പോലും ദിലീപിന് സ്വാഗ് ഉണ്ട്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഈ സ്റ്റാർ ഓറ ഇല്ലാത്ത ആൾക്കാരെ സ്റ്റാർ ആകാൻ പറ്റില്ല. എന്ത് നേടാ, കുറെ നേരമായല്ലോ പറു പറഞ്ഞോണ്ടിരിക്കുന്നത്. ആരായിട്ടൊരു മമ്മൂക്ക് എന്താ, ഇവർക്ക് എല്ലാം ഉണ്ട്. ഇവർക്ക് പറ്റാത്ത പരിപാടി വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പേഴ്സണൽ എല്ലാം ആ സിനിമയെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളതാണ്. അല്ലാതെ രണ്ടാളുടെ ഹ്യൂജ് ഫാനാണെന്നുള്ളത് ഞാൻ പറയും. അതുകൊണ്ട് അല്ലാതെ ഈ അന്തം ഫാൻസിന് എന്തായാലും ദേഷ്യം കാണുമല്ലോ. അതിപ്പം ലാലേട്ടൻ ഫാൻസ് മാത്രമല്ല, മമ്മൂക്ക ഫാൻസ് എന്നോട് ദേഷ്യമുള്ള ആൾക്കാരെ കൂടുതൽ. അപ്പൊ ഇതിങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ഈ പണി നടക്കൂല. ആരോഗ്യമൊക്കെ നോക്കണേ. അതിന്റെ എല്ലാ വീടുകളും